എല്ലാ ശ്രോതാക്കളെയും ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ വെളിപാടുകളെക്കുറിച്ചുള്ള പഠനങ്ങളുടെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം പറഞ്ഞിരുന്നു, ഇത് വളരെ ദീർഘമായൊരു വിഷയമാണ്, നമ്മൾ ഒത്തിരി കാലം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ്. ഇതൊരു മഹാരഹസ്യമാണ്. വെളിപാട് ഇറ്റ് ഈസ് എ മിസ്റ്ററി എന്ന് നമുക്ക് പറയാൻ പറ്റും. റെവലേഷൻ എന്നുള്ളത് ഒരു മിസ്റ്ററിയാണ്, ദൈവിക രഹസ്യങ്ങൾ ആണ്, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ മിസ്റ്ററി അത് നമുക്ക് ലഭിക്കുമ്പോൾ, അത് വെളിപാടുകളായിട്ട് നമുക്ക് കിട്ടുമ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഒത്തിരി നമ്മൾ പഠിക്കുന്നതിനേക്കാൾ അധികമായി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത് കുറേയെങ്കിലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തെക്കുറിച്ച്, അത് ഈശോയിലൂടെ അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതിനെക്കുറിച്ച്, വചനമാകുന്ന ഈശോയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വന്നത്. അപ്പം ദൈവം വെളിപ്പെടുത്തിയെങ്കിലേ എന്തെങ്കിലും വെളിപാടുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തന്നെങ്കിലേ നമുക്ക് ഇത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ദൈവം വെളിപ്പെടുത്തുന്നത് വചനമാകുന്ന ഈശോയിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഈ യാഥാർത്ഥ്യം നമുക്ക് കാണാം. പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിലല്ല. പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ഈശോയുടെ മനുഷ്യാവതാരത്തോടെ അല്ല ഈ ഒരു വെളിപ്പെടുത്തൽ നടക്കുന്നത്, വചനത്തിലൂടെയുള്ള വെളിപ്പെടുത്തൽ. പിന്നെയോ ആദ്യം മുതലേ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നവനാണ് ഈശോ, അനാദിയിലെ ഉണ്ടായിരുന്നവനാണ്. അപ്പോൾ ഈശോ ആകുന്ന വചനം, അത് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് വചനത്തിലൂടെയാണ്. മോശയോട് ദൈവം സംസാരിക്കുന്നത് വചനത്തിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു. അബ്രാഹത്തോട് ദൈവം സംസാരിക്കുന്നത് വചനത്തിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു. പ്രവാചകന്മാരോട് ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവം സംസാരിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒത്തിരിയേറെ പ്രവാചകന്മാരുണ്ട്. നമുക്ക് പലരുടെയും പേരുകൾ അറിയാം. യെശയ്യാ പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം, ജെറമിയ പ്രവാചകനെ കുറിച്ചറിയാം, എസെക്കിയേൽ പ്രവാചകനെ കുറിച്ചറിയാം, മിക്ക പ്രവാചകൻ, ഇങ്ങനെ ഒത്തിരിയേറെ പേരുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ദൈവം ദൈവികമായ വെളിപാടുകൾ നൽകുന്നത് വചനത്തിലൂടെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. വചനമാകുന്ന ഈശോ, അത് നമുക്ക് ഈശോ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ മനുഷ്യനായി അവതരിച്ച പുത്രനായ ദൈവം, വചനമാകുന്ന ദൈവം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം തന്നെ ആയിരുന്നു എന്നുള്ള യോഹന്നാൻ ശ്ലീഹായുടെ ആ വെളിപ്പെടുത്തൽ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ 1-ാം വാക്യത്തിൽ തന്നെ കാണുന്ന ഈ വെളിപ്പെടുത്തൽ, അത് നമ്മൾ പഴയ നിയമത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാരഹസ്യത്തിൻ്റെ ഭാഗം തന്നെയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് മനുഷ്യരുടെ ഇടയിലുള്ള ദൈവത്തിൻ്റെ സഹവാസമാണ്. ഈ വചനത്തിലൂടെ ദൈവം നമ്മളോടുകൂടെ സഹവസിക്കുകയാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് നമ്മൾ ഈശോയെക്കുറിച്ചുള്ള ആ പ്രവചനം നമ്മൾ ശ്രവിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമായ ഒരു പ്രവചനമാണ്. അപ്പം ദൈവം നമ്മോടുകൂടെ, ദൈവത്തിൻ്റെ നമ്മളോട് കൂടെയുള്ള സഹവാസമാണ് ഈശോയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന വലിയ രഹസ്യമെന്ന് പറയുന്നത്. അപ്പം ദൈവം തന്നെ നമ്മളുടെ ഇടയിൽ ആവിഷ്കരിക്കുകയും അത് ഈശോയിലൂടെ സംഭവിക്കുകയാണ് എന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, കുറേ കാലങ്ങളിലൂടെ പഴയ നിയമം എന്ന് പറയുന്ന കാലഘട്ടം ഒത്തിരിയേറെ നീണ്ട ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ വെളിപാട് ഈ പഴയ നിയമ കാലഘട്ടത്തിലൂടെ വളർന്ന് പ്രവാചകരിലൂടെ, മോശയിലൂടെ, പിതാക്കന്മാരിലൂടെ, അബ്രാഹത്തിലൂടെ, പഴയ നിയമത്തിലെ രാജാക്കന്മാരിലൂടെ അവരോട് ദൈവം സംസാരിച്ചത്, പ്രവാചകന്മാരോട് സംസാരിച്ചത്, ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചത് എല്ലാം ഈ ദൈവിക വെളിപാടുകളായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വചനം തന്നെ ആയിരുന്നു അവിടെയെല്ലാം സംസാരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവിടെ വചനമായിട്ട് നൽകപ്പെട്ടത് ഈ ഈശോ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം ഞാൻ പറഞ്ഞു. ക്രിസ്തു വെളിപാടിൻ്റെ പൂർണ്ണത എന്നുള്ളത് വളരെ വലിയ ഒരു ദൈവശാസ്ത്രപരമായ ഒരു ആശയമാണ്, ഒരു വലിയൊരു വെളിപാടാണ്. ആ വെളിപാടിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുമ്പോൾ തന്നെ അതുതന്നെ ഒരു വലിയ വെളിപാട്, അല്ലെങ്കിൽ വലിയ മിസ്റ്ററിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവാണ് ഇതിൻ്റെ എല്ലാം പൂർത്തീകരണം എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഞാൻ ഹെബ്രായർക്കുള്ള ലേഖനത്തിൻ്റെ 1-ാം അധ്യായം
ഒന്നും രണ്ടും വചനങ്ങളെക്കുറിച്ച് പറഞ്ഞത് പ്രവാചകന്മാരോട് സംസാരിച്ച് ഇന്ന് പൂർത്തീകരിക്കപ്പെട്ട രീതിയിൽ നമ്മളോട് ഈശോ തന്നെ നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രൻ തന്നെ നേരിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് മനുഷ്യരോട് സംസാരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം യോഹന്നാൻ്റെ 1-ാം അധ്യായത്തിൽ 1 മുതൽ 18 വരെയുള്ള ആ ആമുഖ ഭാഗം എന്ന് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഈ വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ആഴത്തിൽ നമുക്കൊരു വലിയ വെളിപാട് നൽകുകയാണ്. അതൊന്നും നമ്മൾ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വചനത്തെക്കുറിച്ചും വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വചനം അനാദിയിലെ ഉണ്ടായിരുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തൽ അവിടെ കാണാനായിട്ട് വരും. അവിടെ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നത്, അല്ലെങ്കിൽ യോഹന്നാൻ്റെ ദൗത്യം എന്ത് എന്ന്. അവൻ മനുഷ്യരോടൊന്നിച്ച് വസിക്കുന്നതിനും ദൈവത്തിൻ്റെ ഉറ്റ രഹസ്യങ്ങൾ അവരെ അറിയിക്കുന്നതിനും വേണ്ടിയായിരുന്നു അത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഈശോ മനുഷ്യനായി അവതരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെയും ഈ ദൈവിക വെളിപ്പെടുത്തലിൻ്റെയും എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നു അവൻ മനുഷ്യരോടൊപ്പം വസിക്കണം. ദൈവം മനുഷ്യനോടൊപ്പം വസിക്കുന്നു. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്. ദൈവം എങ്ങനെയാണ് മനുഷ്യനോടൊപ്പം വസിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നു. ഇതൊരു വലിയ രഹസ്യമാണ്, ഒരു വലിയ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ മനസ്സിലാക്കി ഈശോയെ മനസ്സിലാക്കിയെങ്കിലേ ഈ ഒരു രക്ഷ അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈശോയെ രക്ഷകനായി സ്വീകരിക്കണമെങ്കിൽ, കാണണമെങ്കിൽ ഈ ഒരു അറിവ് നമുക്കുണ്ടാകണം. യേശു ഏക കർത്താവാണെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയാണ് ലോകരക്ഷകൻ. ഈ ലോകത്തിൽ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, അത് ഈശോയുടെ നാമം തന്നെയാണ് എന്നുള്ള വലിയ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും പിതാവേകിയ പരിത്രാണ പദ്ധതി പൂർത്തീകരിക്കുക. ഈശോയിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുന്നു. അവിടുന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മളോട് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. അതിവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. 3-ാം അധ്യായം 34-ാം തിരുവചനം ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. അപ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഈശോയെ കാണുന്നവൻ, അല്ലെങ്കിൽ ഈശോയുടെ വാക്കുകൾ കേൾക്കുന്നവൻ ദൈവത്തെ അറിയുന്നു, ദൈവിക വെളിപാട് മനസ്സിലാക്കുന്നു, ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ പറ്റും. 5-ാം അധ്യായം 36-ാമത്തെ തിരുവചനവും ഇതുതന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. വീണ്ടും എന്നാൽ യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവെന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യത്തെക്കാൾ വലിയൊരു സാക്ഷ്യം എനിക്കുണ്ട്. ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്, പിതാവാണ് എന്നെ അയച്ചത്, പിതാവിൻ്റെ ഏകപുത്രനാണ് ഞാൻ. അത് പിതാവിനെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചെയ്യുന്ന ജോലികൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പിതാവാണ് എന്നെ അയച്ചതെന്ന്. ഈശോ തനിക്ക് തന്നെയുള്ള തെളിവ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഈശോ തനിക്ക് തന്നെയുള്ള അടിസ്ഥാനപരമായ തെളിവ് താൻ ഇതാണ്, അല്ലെങ്കിൽ തൻ്റെ പ്രത്യേകത ഇതാണ് എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ വ്യക്തമായിട്ടാണ് ഈശോ ഈ വാക്യങ്ങൾ ഉച്ചരിച്ചിരിക്കുക. 5-ാം അധ്യായം 36-ാമത്തെ തിരുവചനവും യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ ഇത് തന്നെ കാണാനായിട്ട് പറ്റും. പിതാവ് എന്നെ അയച്ചതുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ നിരീക്ഷിക്കുക. അതിലൂടെ പിതാവിൻ്റെ ഏകജാതനാണ്, പുത്രനാണ് ഞാനെന്ന് മനസ്സിലാക്കുവാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. പിതാവ് ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ലോകത്തിൽ ചെയ്യുന്നുള്ളൂ എന്നുള്ള ആ വലിയ ഒരു വെളിപ്പെടുത്തൽ നമുക്കറിയാം. ഈശോ പരസ്യമായി ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ 3 വർഷക്കാലമേ ജീവിച്ചുള്ളൂ. ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, അല്ലെങ്കിൽ വചനപ്രഘോഷണം, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. അത്ഭുതാവകമായ കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷേ ഒത്തിരി ആളുകൾക്കൊന്നും ഈശോയെ വിശ്വസിക്കുവാൻ സാധിച്ചില്ല. പലരും സംശയിക്കുകയാണ്. വ്യാജ പ്രവാചകനായിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവാചകനായിട്ടൊക്കെ ഈശോയെ കാണുകയാണ്.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ വന്നു, അല്ലെങ്കിൽ പലരും അവിശ്വസിച്ചു, ഈ ഒരു സാഹചര്യത്തിലാണ് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുക, ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്, നിങ്ങൾ എൻ്റെ പ്രവർത്തികളും വാക്കുകളും നിരീക്ഷിക്കുക. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തികൾ എന്നുള്ളത് പിതാവിൻ്റെ തന്നെ പ്രവർത്തികളാണ്, പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യമാണ് എന്ന് നമ്മുടെ മുൻപിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ തന്നെ സുവിശേഷത്തിൽ 14 അധ്യായം 9 തിരുവചനം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഈശോ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് എന്ന് ഈശോ തന്നെ പറയുക. യേശു പറഞ്ഞു, കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അത് വളരെ വലിയ ഒരു സത്യമാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് ഈശോ ഫിലിപ്പോസിനോട് പറയുകയാണ്. ഈശോയുടെ യാത്ര പറഞ്ഞുകൊണ്ടുള്ള സുവിശേഷ ഭാഗങ്ങളാണ് ഈ 13-14 അധ്യായങ്ങൾ. 15 അധ്യായത്തിലൊക്കെ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ഈ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ട സമയമായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ചില വലിയ രഹസ്യങ്ങൾ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത്രയും കാലം പറയാതിരുന്ന, പിടിച്ചു വച്ചിരുന്ന ചില വലിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക. അതിനിടയിലാണ് ഫിലിപ്പോസിനോട് ഈശോ പറയുന്നത് 14 അധ്യായത്തിൽ 9 തിരുവചനത്തിൽ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെയും ദർശിക്കുന്നു എന്നുള്ളത്. അപ്പം ഈശോ പിതാവിൻ്റെ പ്രതിരൂപമാണ്. ഈശോയിൽ നമുക്ക് പിതാവിനെ ദർശിക്കാനായിട്ട് പറ്റും. ഈശോ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവം എന്താ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈശോ ഈ ലോകത്തിൽ വന്ന് ഈശോയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് പിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് തന്നെ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ ഈശോ വെളിപാടിൻ്റെ പൂർണ്ണത എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനമാണ് ഈശോയുടെ പ്രധാനപ്പെട്ട ദൗത്യം, പ്രഥമവും പ്രധാനവുമായ ദൗത്യം പിതാവിനെ ഈ ലോകത്തിന്, മനുഷ്യർക്ക്, മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോടുകൂടെ ഉണ്ടെന്നും നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഇരളിൽ നിന്നും മോചിപ്പിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യവും ഇതിനോട് നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും. ഈശോ വെളിപാടിൻ്റെ പൂർണ്ണത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവത്തെക്കുറിച്ചുള്ള വലിയ വെളിപാടുകൾ നമുക്ക് കിട്ടുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആ മനസ്സിലാക്കലിലൂടെ മനുഷ്യന് ലഭിക്കുന്നത് എന്ത് ആണെന്ന് കൂടിയാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുക. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഇരുളിൽ നിന്ന് മോചിപ്പിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതും ഈ വെളിപാടുകളിലൂടെ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മൾ നിത്യജീവൻ അവകാശമാക്കാൻ തക്ക വിധത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, വലിയ വെളിപാടുകളൊക്കെ നടക്കുന്നു, സംഭവിക്കുന്നു. ഈ ലോകത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ, മനുഷ്യനായ എൻ്റെ ജീവിതത്തിൽ, ഒരു വ്യക്തിയായ എൻ്റെ ജീവിതത്തിൽ അതിന് എന്തെങ്കിലും വ്യക്തിപരമായ സ്വാധീനമുണ്ടെങ്കിലേ നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിലെ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിൽ ഒത്തിരിയേറെ ആളുകൾ ജീവിക്കുന്നു. ഭൗതികമായ നേട്ടങ്ങളുള്ളവരുണ്ട്, ആത്മീയമായ നേട്ടങ്ങളുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ മറ്റു പലരും ചെയ്യുന്നുണ്ട്. സമൂഹപരമായി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ, ഒരു ഇടവക എന്ന രീതിയിൽ, ഒരു രൂപത എന്ന രീതിയിൽ, അല്ലെങ്കിൽ ലോകം മുഴുവൻ കത്തോലിക്ക സഭ എന്ന തലത്തിലൊക്കെ ഒത്തിരിയേറെ നേട്ടങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും പലരും മനസ്സിലാക്കുകയും നേടുകയും സ്വന്തമാക്കുകയും ഒക്കെ പലരും ചെയ്യുന്നു. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തണമെങ്കിൽ ഞാനതിൽ പങ്കാളിയാകണം. ഈ ദൈവിക രഹസ്യങ്ങളിൽ ഞാൻ പങ്കാളിയാവുകയും അതെൻ്റെ സ്വന്തമാക്കുകയും ചെയ്യണം. ഞാനും ദൈവവും തമ്മിൽ, ഞാനും ഈശോയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് അതെന്നെ നയിക്കണം. ഈ ദൈവിക വെളിപാടുകൾ, പിതാവായ ദൈവം നിന്റെ അപ്പനാണ്, നിന്റെ അപ്പച്ചനാണ് എന്ന് പറയുമ്പോൾ, ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ പുത്രനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനും ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കാനും തുടങ്ങുമ്പോഴേ ഈ വെളിപാട് നമുക്ക് സ്വന്തമാവുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ പ്രകാശനം വരെ നാം മറ്റൊരു പുതിയ വെളിപാട് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും പറഞ്ഞു വച്ചിരിക്കുകയും. അപ്പോൾ ഈശോ വെളിപാടുകളുടെ പൂർണ്ണതയാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു വലിയൊരു യാഥാർത്ഥ്യമാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
6:11 കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഇനി ഒന്നും വരാനില്ല. രണ്ടാമത്തെ ആഗമനം വരെ നീ വേറെയൊന്നും പ്രതീക്ഷിച്ച് കാത്തിരിക്കേണ്ട. ഇന്നുവരെ നൽകപ്പെട്ട ഈ ദൈവിക വെളിപ്പെടുത്തലുകളും ദൈവിക രഹസ്യങ്ങളും മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് നീ ജീവിക്കണമെന്ന് തിമോത്തിയോസിനെ പൗലോസ്ലിഹ ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ്ലിഹ തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ രണ്ടാമത്തെ ആഗമനം വരെ നീ പ്രതീക്ഷിക്കാനായിട്ട് നീ ഒന്നുമില്ല. നീ ലഭിച്ച ഈ വെളിപാടുകൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക. തീത്തോസിൻ്റെ ലേഖനം 2-ാം 13-ാമത്തെ വാക്യത്തിലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. വെളിപ്പെടുത്തിയത് ഇനി കൂടുതലായിട്ട് നമുക്ക് വെളിപ്പെടുത്തി കിട്ടുവാനില്ല. അതിൻ്റെ എല്ലാം പൂർത്തീകരണം രണ്ടാമത്തെ ആഗമനം വരെ മറ്റൊരു പുതിയ വെളിപാട് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തീത്തോസിനോടും തിമോത്തിയോസിനോടുമൊക്കെ പൗലോസ്ലിഹ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ദൈവിക വെളിപാടുകളുടെ മനസ്സിലാക്കൽ, അത് കർത്താവിൽ ഈശോയിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല യാഥാർത്ഥ്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനീ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ദൈവാവിഷ്കരണം എന്നുള്ള വത്തിക്കാൻ പ്രമാണരേഖയുടെ 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ ആർട്ടിക്കിളുകളിലൊക്കെ ഇത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ 4-ാമത്തെ ആർട്ടിക്കിളിലാണ് ഇത് പറഞ്ഞു വച്ചിരിക്കുക. കൂടുതലായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ നമ്മൾ വായിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ, ഈ പറഞ്ഞ പൂർണ്ണതയെക്കുറിച്ച്, പൂർത്തീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ബൈബിൾ കൊട്ടേഷൻസ് പലതും ഞാൻ പറഞ്ഞു. ഹെബ്രായർക്കുള്ള ലേഖനത്തിലും യോഹന്നാൻ്റെ തന്നെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ ലേഖനത്തിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബൈബിള് ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിൻ്റെ ഈ തുടർച്ച എന്ന രീതിയിൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഈ ഈശോ, ദൈവപുത്രനായ ഈശോ അല്ലെങ്കിൽ വചനമാകുന്ന ഈശോ എന്ന് പറയുന്ന യാഥാർത്ഥ്യം പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കരുത്. പിന്നെയോ അത് ആദിയിൽ ദൈവം ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം ഉപയോഗിച്ച, ദൈവം സംസാരിച്ച ആ വചനം തന്നെയാണ് മനുഷ്യനായി അവതരിച്ചത്. അല്ലെങ്കിൽ ആ വചനം തന്നെയാണ് മോശയോട് സംസാരിച്ചത്, അബ്രാഹത്തോട് സംസാരിച്ചത്, പ്രവാചകന്മാരോട് സംസാരിച്ചത്, പരിശുദ്ധ മറിയത്തോട് സംസാരിച്ചത്, പരിശുദ്ധ മറിയത്തിൽ മനുഷ്യനായി അവതരിച്ചത്. അതിനുശേഷം 33 വർഷം ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ച് 3 വർഷക്കാലം പരസ്യ ജീവിതവും 30 വർഷക്കാലം രഹസ്യ ജീവിതവും നയിച്ചത് ഈ വചനം തന്നെയാകുന്ന ഈശോയാണ്. അപ്പോൾ ഈ വചനമാകുന്ന ഈശോയുടെ ഈ ലോകത്തിലേക്കുള്ള വരവിൻ്റെ ലക്ഷ്യമാണ് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. നമ്മളത് മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് ഈ ലോകത്തിൽ ഈശോ കടന്നു വരുമ്പോൾ നമ്മളെ മാത്രം രക്ഷിക്കുവാനാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ രക്ഷകനാണ്, നമ്മളുടെ ദൈവം മാത്രമാണ് ഈശോ എന്നുള്ള ചിന്ത ചിലർക്കൊക്കെയുണ്ട്. അതല്ല, നിങ്ങൾക്കായി ഒരു രക്ഷകൻ, ലോകത്തിൻ്റെ രക്ഷകൻ ഇതാ പിറന്നിരിക്കുന്നു എന്നാണ് മാലാഹ വെളിപ്പെടുത്തി തരിക. മലാഹായുടെ ഈശോയുടെ ജനനത്തിൻ്റെ അവസരത്തിലുള്ള വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്മസിന് നമ്മൾ ആ കാര്യങ്ങൾ അനുസ്മരിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, ലോകത്തിൻ്റെ രക്ഷകൻ ഇതാ പിറന്നിരിക്കുന്നു. ലോകത്തിൻ്റെ രക്ഷകനായിട്ടാണ് ഈശോയെ അവതരിപ്പിക്കുക. സകല ജനപദങ്ങളുടെയും കർത്താവും രക്ഷിതാവുമാണ്. ഈശോയിലൂടെയുള്ള വെളിപ്പെടുത്തലിലൂടെ സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുക. ആദ്യ മാതാപിതാക്കൾ എന്ന് പറയുന്നത് സകല ജനപദങ്ങളുടെയും മാതാപിതാക്കളാണ്. എല്ലാ ജനതയും അവരിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. ആദം ഹൗവ എന്ന് പറയുമ്പോൾ മനുഷ്യകുലം മുഴുവനെയുമാണ് ബൈബിള് അർത്ഥമാക്കുക. ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യകുലം മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ വരികയാണ്. ആദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മനുഷ്യൻ എന്നാണ്. അതൊരു വ്യക്തിയുടെ പേര് എന്നുള്ളതിനേക്കാൾ അധികമായി ഈ മനുഷ്യകുലം മുഴുവനെയും സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വലിയ ഈ മനുഷ്യകുലത്തിൻ്റെ, അല്ലെങ്കിൽ ഈശോയുടെ കാലത്തിന് മുൻപ് ജീവിച്ചവര്, ഈശോയുടെ കാലഘട്ടത്തിൽ ജീവിച്ചവര്, ഇന്ന് വരെ അതിനുശേഷം ജീവിച്ചവര്, ഇനിയും ജീവിക്കാനിരിക്കുന്ന വലിയ ഒരു ജനത, ലോകത്തിൻ്റെ അവസാനം വരെയുള്ള സകല മനുഷ്യരും, വരെയുള്ള എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ള ആ വലിയ ലക്ഷ്യത്തോടെ അവരെയെല്ലാം നിത്യജീവിതത്തിലേക്ക് എത്തിക്കുക, പിതാവുമായിട്ട് അവരെയെല്ലാം ബന്ധിപ്പിക്കുക, ഒന്നിപ്പിക്കുക എന്നുള്ള വലിയ യാഥാർത്ഥ്യം,
അതാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ദൈവിക വെളിപാടുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. സകല മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്യുക, പിതാവിനെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. ദൈവം ശിക്ഷിക്കുന്നവനോ കൊല്ലുന്നവനോ നശിപ്പിക്കുന്നവനോ അല്ല, പിന്നെയോ രക്ഷിക്കുന്നവനും സ്നേഹിക്കുന്നവനും നമ്മെ പ്രത്യാശയിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുന്നവനുമാണെന്നുള്ള വലിയ യാഥാർത്ഥ്യം അത് മനുഷ്യരായ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ ദൈവിക വെളിപാടുകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മളതിനെക്കുറിച്ച് പഠിക്കുന്നതും കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും, അല്ലെങ്കിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ദൈ വെർബും എന്നുള്ള ഈ പ്രമാണരേഖയിലൂടെ പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരുന്നതുമെല്ലാം ഈ വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ദൈവത്തിൻ്റെ മക്കളായ നമുക്കും ഈ രക്ഷ അറിയുവാനും അനുഭവിക്കുവാനും സ്വീകരിക്കുവാനും ഈശോയിലൂടെ നൽകപ്പെടുന്ന ഈ രക്ഷ സ്വീകരിക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727, 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.